CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സന്ദർശനം വിവാദമായിരിക്കെ ഇതിൽ പ്രതികരണവുമായി ജ്യോത്സ്യൻ മാധവ പൊതുവാൾ രംഗത്തു വന്നു. MV ഗോവിന്ദന്റേത് സൗഹൃദ സന്ദർശനം മാത്രമായിരുന്നു. സന്ദർശനം വിവാദമാക്കിയതിൽ വിഷമമുണ്ട്. സംഭാഷണത്തിൽ ഒരിക്കൽ പോലും ജ്യോതിഷം കടന്നുവരാറില്ല. ആരാണ് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചതെന്ന് അറിയില്ലെന്നും മാധവ പൊതുവാൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഞങ്ങളുടെ ബന്ധം അടുത്ത കൊല്ലങ്ങളായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ സമയത്ത് മാഷ് വീട്ടിൽ കയറി എൻ്റെ സുഖം അന്വേഷിച്ചു മാത്രമാണ് ഇവിടെ ഉള്ളത്. ആ സന്ദർഭം ഞങ്ങൾ അതിൻ്റെ ഇവിടെ ചായ കുടിച്ചു. അതാണ് അവർ ഇഷ്യൂ ആക്കിയിട്ട് ആരാന്നല്ല കുട്ടികൾ ആരെ ഫോട്ടോ എടുത്ത് എനിക്കറിയില്ല. അത് വല്ലാത്തൊരു ഇഷ്യൂലേക്ക് കടന്നു. ഒരു ജ്യോതിഷമായിട്ട് മാഷ്ക്ക് യാതൊരു ബന്ധം അതിലില്ല. കാരണം സാറങ്ങനെ ഇന്ന് വരെ എന്നോടൊരു മുഹൂർത്തത്തിനോ ഒരു ജ്യോതിഷത്തെ പറ്റി ഞങ്ങൾ സംസാരിച്ചത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും നാട്ടുകാര്യങ്ങളും വീട്ടുകാര്യങ്ങളും ചോദിക്കുന്നതല്ലാതെ അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ വിഷയത്തിലേക്ക് ഇന്നുവരെ ഒരു വാക്ക് വരെ ചോദിച്ചിട്ടില്ല. രജീഷ് കുളങ്ങര വിശദാംശങ്ങളുമുണ്ട്. രജീഷ്, ഈ വിഷയത്തിൽ CPM-ഉം പ്രത്യേകിച്ച് MV ഗോവിന്ദനും വളരെ പ്രതിരോധത്തിലാണ്. CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഇക്കാര്യത്തിൽ വിമർശനം ഉയർന്നതുമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മാധവ പൊതുവാളിൻ്റെ വിശദീകരണം പൂർണ്ണമായും MV ഗോവിന്ദനെ ന്യായീകരിക്കുന്ന തരത്തിലാണ്. അദ്ദേഹം എന്താണ് ഈ MV ഗോവിന്ദനുമായുള്ള മറ്റു ബന്ധം, അതൊരു സ്വകാര്യ സന്ദർശനം സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അക്കാര്യങ്ങളൊക്കെ അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ടോ? തീർച്ചയായും സജിത്ത്, പയ്യന്നൂരിലെ ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ജ്യോതിഷ പാഠശാലയും ജ്യോതിഷാലയവുമാണ് പയ്യന്നൂരിലെ ജ്യോതിഷസദനം. അവിടുത്തെ തലമുതിർന്ന ഒരാളാണ്, അംഗമാണ് ജ്യോത്സ്യർ AV മാധവ പൊതുവാൾ. അദ്ദേഹത്തിന്റെ വീട്ടിലാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ് സന്ദർശനത്തിനെത്തിയത്. അത് തികച്ചും സൗഹൃദപരമായിരുന്നു എന്നാണ് മാധവ പൊതുവാൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. അന്നൂരിലെ തന്നെ അന്തരിച്ച സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന അന്നൂരിലെ P അപ്പുക്കുട്ടൻ മാസ്റ്ററുടെ വീട്ടിൽ എത്തിയപ്പോഴാണ് തൊട്ടടുത്ത എന്റെ വീട്ടിലേക്ക് ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ എത്തിയത് എന്നാണ് മാധവ പൊതുവാൾ പ്രതികരിച്ചിരിക്കുന്നത്. അത് തീർത്തും വ്യക്തിപരമായിരുന്നു. അസുഖബാധിതനായി ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം കാണാൻ വന്നു, സൗഹൃദം പുതുക്കി, ആരോഗ്യ വിവരങ്ങൾ അന്വേഷിച്ചു എന്നൊക്കെയാണ് ഇപ്പോൾ മാധവ പൊതുവാൾ പ്രതികരിച്ചിരിക്കുന്നത്. ആ സമയത്ത് കൂടെ നിന്ന് ഒരു കാപ്പി കുടിച്ചു. ആരാണ് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത് എന്ന് അറിയില്ല. പക്ഷെ അത് രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയപരമായി ഉപയോഗിച്ചു. അത് പാർട്ടിക്കും സംസ്ഥാന സെക്രട്ടറിക്കും അതൊരു വേദന ഉണ്ടാക്കി എന്നതിൽ എനിക്കിപ്പോൾ വലിയ ഖേദമുണ്ട് എന്നാണ് മാധവ പൊതുവാൾ പ്രതികരിച്ചിരിക്കുന്നത്. ഇത് തികച്ചും സൗഹൃദപരമായ ഒരു സന്ദർശനം മാത്രമായിരുന്നു. തങ്ങളുടെ സന്ദർശനത്തിൽ ഒരിക്കൽ പോലും ജ്യോതിഷ വിഷയങ്ങൾ കടന്നു വരാറില്ല. നാട്ടിലെ കാര്യങ്ങളോ രാഷ്ട്രീയ കാര്യങ്ങളോ പറഞ്ഞതിനപ്പുറം ഒരിക്കൽ പോലും ജ്യോതിഷ വിഷയങ്ങൾ കടന്നു വന്നിട്ടില്ല. കേരളത്തിലെ തന്നെ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകനല്ല നേതാക്കൾ നമ്മളെ കാണാൻ ജ്യോതിഷ വിഷയത്തിൽ കാണാൻ വന്നിട്ടില്ല. ഒരിക്കൽ പോലും ഇത്തരം വിഷയങ്ങൾ, ജ്യോതിഷ സംബന്ധമായ വിഷയങ്ങൾ ഗോവിന്ദ മാഷുമായി ചർച്ച ചെയ്യുകയോ മുഹൂർത്തം കുറിക്കുകയോ ജാതകം പരിശോധിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മാധവ പൊതുവാൾ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ശരി, മാധവ പൊതുവാളിൻ്റെ പ്രതികരണമാണ് ആ തരത്തിൽ വരുന്നത്. അദ്ദേഹം ഇതൊരു തികച്ചും സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. മുമ്പും ഇത്തരം സ്വകാര്യ സന്ദർശനം, വിവരങ്ങൾ തിരക്കുക, അന്വേഷിച്ചെത്തുക മുമ്പും ഉണ്ടായിട്ടുണ്ട്. അതിനപ്പുറം ഒരു വിവാദത്തിനും അടിസ്ഥാനമില്ലെന്ന് ജ്യോത്സ്യൻ വ്യക്തമാക്കും.